ഇതെന്താ രാവിലെ തന്നെ ജമ്പൻ ചേട്ടൻ ചൂണ്ടയിട്ടിങ്ങനെ ഇരിക്കുന്നു? വേട്ടയാടാനൊന്നും പോയില്ലേ? എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? എന്നും ഇറച്ചി കഴിച്ചു മടുത്തു. അതുകൊണ്ട് ഇന്ന് മത്സ്യമാകട്ടെ എന്ന് കരുതി. കരിമീനിന്റെ രുചിയെക്കുറിച്ച് ഓർക്കുമ്പോ നാവി വെള്ളം വരുന്നു. അത് ശരിയാ. എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയ കരിമീനായിരിക്കും, വേഗം വലിച്ചെടുക്ക്. ശരിയാ. അയ്യോ, ഇതൊരാമയല്ലേ? ഇവനെങ്ങനെ ഈ ചൂണ്ടയിൽ കുടുങ്ങി? ആമയെങ്കിൽ ആമ, ഇതെങ്കിലും കിട്ടിയല്ലോ. ഇന്ന് ഇവനെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. മലമുകളിലെ ഉരുൾപൊട്ടലിൽ വഴി മാറി ഈ നദിയിലെത്തിയതാ. നീ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. നീ എന്റെ വയറ്റിലെത്തുമ്പോ നന്നായി രക്ഷപ്പെടും. നല്ല സുഖമായിരിക്കും. അത് പല്ലനാമയല്ലേ? അവൻ ജമ്പന്റെ കയ്യിൽ കുടുങ്ങിയിരിക്കുന്നല്ലോ. ഇനി എന്താണ് ചെയ്യുക? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർ അവനെ കൊന്നത് തന്നെ. എന്താ ശൂലു, നീ വേഗത്തിൽ പറന്നു വരുന്നത്? അതില്ലേ, നമ്മുടെ പല്ലൻ ജമ്പന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. വേഗം എന്തെങ്കിലും ചെയ്യണം. അവനെ എന്നേക്കുമായി ഒന്ന് ഒതുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ആപത്താ. അയ്യോ, അവനെ അവർ പിടിച്ചു വച്ചിരിക്കുന്നല്ലോ. എന്താണ് ചെയ്യുക? അതൊരു സ്വാമിയുടെ ഗുഹയാണല്ലോ. സ്വാമിയുടെ ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രമെടുത്ത് അണിയാം, എന്നിട്ട് ജമ്പന്റെ അടുത്തേക്ക് പോവാം. അല്ല, വരുന്നതൊരു സ്വാമിയാണല്ലോ. ശരിയാ. മക്കളെ, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങള് മീൻ പിടിക്കാൻ വന്നതാ. എന്നിട്ട് ഒന്നും കിട്ടിയില്ലേ? കിട്ടി. ചൂണ്ടയിൽ കുടുങ്ങിയത് ഈ ആമയാ. മതിയല്ലോ, എന്തെങ്കിലും കഴിച്ചാൽ പോരെ? ഞങ്ങൾക്ക് ഒരുപാട് മീനുകൾ കിട്ടാൻ എന്തെങ്കിലും വരം തരണം സ്വാമി. തരാമല്ലോ. നിങ്ങൾക്ക് ഒരുപാട് കാലം ജോലിയൊന്നും ചെയ്യാതെ ജീവിക്കാനുള്ള വരം തരാം. എന്നാ വേഗം തരൂ സ്വാമി. ധൃതി പിടിക്കാതെ ആ മലയ്ക്കപ്പുറമുള്ള കാട്ടിലെ ഒരു കിണറിലിറങ്ങി ഒരു ദിവസം തപസ് ചെയ്യണം. എന്തു വന്നാലും കണ്ണു തുറക്കരുത്. കണ്ണു തുറന്നാ വരം ലഭിക്കില്ല. കൂടാതെ ഇറച്ചി കഴിക്കുകയുമരുത്. ഞാൻ റെഡി. ഇപ്പൊ തന്നെ ഞാൻ പോയി തപസ് ചെയ്യാം. പിന്നെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. നിങ്ങളൊരു പൈപ്പ് കിണറ്റിലേക്ക് എറിയുക. മറ്റേ അറ്റം പുഴയിലും. സിംഹം കിണറ്റിൽ തപസ് ചെയ്യാൻ തുടങ്ങിയ പുഴയിലെ വെള്ളം കിണറ്റിലേക്ക് പമ്പ് ചെയ്യുക. ഓക്കേ, ഞങ്ങൾ റെഡി. അയ്യോ, വെള്ളം കയറി വരികയാണല്ലോ. അയ്യോ, അയ്യോ, അയ്യോ. വിക്രു തക്ക സമയത്ത് എത്തിയത് കൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. ഏത് ചെങ്ങാതിക്ക് ആപത്ത് വന്നാലും അവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഒരു ഉറ്റ സുഹൃത്തിന്റെ ധർമ്മം. അത് ഞാൻ പാലിച്ചെന്ന് മാത്രം.